പ്രസാദ് കൂടി നമ്മളൊപ്പം ചുരുങ്ങിയാണ്. ടി വി പ്രസാദ്, ഇന്ന് രാവിലെ ഹൈക്കോടതിയിൽ നിന്ന് ആദ്യത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ആശ്വാസകരമായ തീരുമാനം വന്നിരുന്നു. പക്ഷേ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സെഷൻസ് കോടതിയിൽ വീണ്ടും തിരിച്ചടി ഉണ്ടാവുകയാണ്. രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് തടയുന്നില്ല. നിലവിൽ തിങ്കളാഴ്ച വീണ്ടും ജാമ്യ ഹർജി പരിഗണിക്കും, മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കും. വിനീത, കനത്ത തിരിച്ചടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ കേസിൽ ഉണ്ടായത്. ഇന്ന് രാവിലെ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതോടുകൂടിയുള്ള അമിത ആത്മവിശ്വാസമാണ് പെട്ടെന്ന് തന്നെ മുൻകൂർ ജാമ്യ ഹർജിയും അതുപോലെ തന്നെ അറസ്റ്റ് തടയരുതെന്ന ആവശ്യവും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ മുമ്പാകെ വയ്ക്കാനുള്ള ഒരു കാരണം. പക്ഷേ അതിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അറസ്റ്റ് തടഞ്ഞില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതുകൊണ്ട് തന്നെ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവ് ജീവിതത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അറസ്റ്റ് തടയാത്ത സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുക്കാൻ നിയമ തടസ്സമില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ തിങ്കളാഴ്ച വിശദമായി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേട്ട് കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നതുവരെ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല. അതിനുശേഷം തിങ്കളാഴ്ച ശേഷമുള്ള കോടതിയുടെ തീരുമാനമനുസരിച്ചായിരിക്കും പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. എന്തായാലും ഹൈക്കോടതിയിൽ നിന്നുള്ള ആശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ കേസിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ ഒരു അനുകൂല ഉത്തരവ് അത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും മറ്റൊരു കേസിൽ കിട്ടും എന്ന പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് വളരെ പെട്ടെന്ന് മുൻകൂർ ജാമ്യാപേക്ഷയുമായി തിരുവനന്തപുരത്തെ കോടതിയിലേക്ക് സമീപിക്കാനുള്ള കാരണം. ഇവിടെ നിന്നാണ് ഇപ്പോൾ കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ സമർപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അറസ്റ്റ് തടയാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ഒളിവിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇന്ന് MLA ഓഫീസൊക്കെ തുറന്ന് പ്രവർത്തിച്ച് സജീവമാക്കാൻ നോക്കിയ ഘട്ടത്തിലാണ് വീണ്ടും കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. ഇതൊരു തിരിച്ചടി തന്നെയാണ്. നേരത്തെ രാവിലെ ഹൈക്കോടതിയിൽ നിന്ന് അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവിന് പിന്നാലെ അമിത ആത്മവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ എടുക്കുന്നതും പിന്നീട് കനത്ത തിരിച്ചടി കോടതിയിൽ നിന്നുണ്ടാകുകയും ചെയ്യുന്നു. എന്തായാലും തിങ്കളാഴ്ച വാദം കേൾക്കുന്നത് വരെ അറസ്റ്റ് ചെയ്യുന്നതിനോ മറ്റോ ഒരു തടസ്സവും പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ പരാതിയിൽ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം അത് SIT സജീവമാക്കുകയും ചെയ്യുന്നു. തിങ്കളാഴ്ചക്ക് മുമ്പ് ആ മൊഴി കൊടുക്കുന്നത് ഉൾപ്പെടെ പൂർത്തിയായി. തിങ്കളാഴ്ച കോടതിയിലേക്ക് പ്രോസിക്യൂഷൻ പരാതിക്കാരിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയതിന് ശേഷമാണ് കോടതിയിലേക്ക് നീങ്ങുന്നതെങ്കിൽ ഉറപ്പായും അത് രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ തിരിച്ചടി ഉണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഒരു സ്ഥിരം കുറ്റവാളി എന്ന് വരുത്തുന്ന രീതിയിൽ ആ പെൺകുട്ടിയുടെ രണ്ടാമത്തെ പരാതിയിലെ പെൺകുട്ടിയുടെ മൊഴി കൂടി വന്നാൽ അത് പ്രോസിക്യൂഷൻ അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ കേസിന്റെ പ്രധാനപ്പെട്ട സവിശേഷത. ഒന്നാമത്തെ പരാതിയെക്കാളും ഗൗരവമുള്ള പരാതിയാണ് രണ്ടാമത്തെ പരാതി. നിലവിലെ സാഹചര്യത്തിൽ മൊഴി കിട്ടിയില്ല പ്രത്യേക അന്വേഷണ സംഘത്തിന് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവർ ഒന്ന് പിറകോട്ട് പോകുന്നത്. മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായും അതിശക്തമായി പ്രത്യേക അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും ഈ കേസിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഹൈക്കോടതിയിൽ നിന്ന് രാവിലെ കിട്ടിയ അനുകൂലമായ ഉത്തരവ് ഉച്ചതിരിഞ്ഞ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ എത്തുമ്പോഴേക്ക് കനത്ത തിരിച്ചടിയായി മാറി എന്നുള്ളതാണ് വിനീത.